പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബ് ചാനലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോയിൽ സൂചിപ്പിക്കാനായിട്ട് പോകുന്നത്. അതായത് പലപ്പോഴും ചാനലുകൾ കാണുന്ന സമയത്ത്, ചില എഡ്യൂക്കേഷണൽ ചാനലുകളൊക്കെ കാണുന്ന സമയത്ത് വളരെ വ്യൂസ് വളരെ കുറവായിരിക്കും. ഉദാഹരണത്തിന് എൻ്റെ ചാനൽ തന്നെ വളരെ പെട്ടെന്ന് വ്യൂ കൂടുന്ന ഒരു ചാനലൊന്നുമല്ല പല വീഡിയോകൾക്കും. അപ്പോൾ അത് കണ്ട് തന്നെ പല ആൾക്കാരും എന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അത് മറ്റൊന്നുമല്ല, നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ വളർത്തുന്ന അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ചാനലാണല്ലോ, എന്നിട്ട് നിങ്ങളുടെ വ്യൂസും വളരെ കുറവാണല്ലോ, ഉദ്ദേശിക്കുന്ന രീതി കിട്ടത്തില്ലല്ലോ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. നല്ല കാര്യങ്ങളാണല്ലോ പറയുന്നത്, പക്ഷേ എന്താണ് വളരെ വ്യൂസാണ് വളരെ കുറവാണല്ലോ കിട്ടുന്നത്, ഇതിനേക്കാളും അർഹിക്കുന്നുണ്ട് കൂടുതൽ വ്യൂസ് എന്ന് ചിലർ വളരെ പോസിറ്റീവായിട്ടും പറയാറുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉത്തരവാണ് ശരിക്കും ഞാൻ നൽകാനായിട്ട് പോകുന്നത്. നമ്മൾ ചാനലുകൾ എന്ന് പറയുമ്പോൾ തന്നെ പ്രധാനമായിട്ടും ചാനലുകളെ നമുക്ക് മെയിനായിട്ട് രണ്ടായിട്ടാണ് തരംതിരിക്കാനായിട്ട് പറ്റുന്നത്. ഒന്നെന്ന് പറയുന്നത് എൻ്റർടൈൻമെൻറ്റ് ചാനലും ഉണ്ട്, അതേപോലെ തന്നെ എഡ്യൂക്കേഷണൽ ചാനലും ഉണ്ട്. അപ്പോൾ നമുക്കറിയാം എൻ്റർടൈൻമെൻറ്റ് ചാനൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏത് തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റും അതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് പറ്റും. അത് ഏതെങ്കിലും ഒരു പ്രത്യേക തരംതിരിച്ചുള്ള ആൾക്കാരെയാണ് നമ്മളത് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ പോലും കോമൺ ആയിട്ട് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ഓഡിയൻസിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു മേഖലയാണത്. ഇനി നമുക്ക് എഡ്യൂക്കേഷൻ ചാനൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ബ്രോഡായിട്ട് രണ്ടായിട്ട് വീണ്ടും നമുക്ക് തരംതിരിക്കാം. അതുപോലെ ഒരു പോപ്പുലർ അപ്രോച്ച് എടുക്കുന്ന ചാനലുമുണ്ട്, അതേപോലെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ ഓതൻറ്റിക് ആയിട്ടുള്ള കണ്ടന്റ് ചെയ്യുന്ന ചാനലുകളുമുണ്ട്. ഇത് രണ്ടും കാറ്റഗറിയും കൂടെ ചേർന്ന് വരുന്ന അപൂർവം ചില ചാനലുകളുണ്ട്. അത് നമ്മൾ മാറ്റി നിർത്തുക, നമ്മൾ കോമൺ ആയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ പോപ്പുലർ അപ്രോച്ച് വരുന്ന ചാനലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ചും കൂടി വലിയ ഓഡിയൻസിനെ ആയിരിക്കും അവർ അട്രാക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്നത്. അത്തരം കണ്ടന്റും ആ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കാം. അത് പലപ്പോഴും ഈ കാണാൻ വരുന്ന ആൾക്കാർക്ക് ചില വിഷയങ്ങളെക്കുറിച്ച് ചില പ്രതീക്ഷകളുണ്ട്. ഉദാഹരണത്തിന് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന വിഷയത്തെപ്പറ്റി പഠിപ്പിക്കുന്ന ചാനലാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കൂടുതലും അത് കോൺസെൻട്രേറ്റ് ചെയ്യും. 10,000 രൂപ നമുക്ക് മാസം തോറും ഇതിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കും എന്നൊക്കെ പറയുന്ന ചില കണ്ടന്റുകളുണ്ട്. ഇത് കാണുന്ന സമയത്ത് അതിനകത്തൂടെ കുറേ കാര്യങ്ങൾ അവർ പഠിപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ പോലും ഈ മാസ് ഓഡിയൻസിനെ അവർ ലക്ഷ്യം വെച്ചിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് അല്പസ്വല്പം മസാലയൊക്കെ ചേർത്തിട്ടായിരിക്കും. കാര്യം വരുന്നവനെ സാറ്റിസ്ഫൈ ചെയ്യിക്കണം. അതിൻ്റെ തമ്പിനേൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം, നമുക്കത് കാണാനായിട്ട് നമുക്ക് തോന്നണം. അത്രയായിട്ട് CTR കൂടുന്ന രീതിയിലായിരിക്കും അവർ തമ്പിനേൽ കൊടുക്കുന്നത്. നമുക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും, നിരന്തരം ഒരേ വിഷയങ്ങൾ തന്നെ പല രീതിയിൽ ഇങ്ങനെ അവതരിപ്പിക്കുകയായിരിക്കും ആ വീഡിയോയിലൊക്കെ ചെയ്യുന്നത്. എന്നാൽ പോലും ആദ്യമായിട്ട് കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ അട്രാക്റ്റഡ് ആയിരിക്കും ആ ഒരു കണ്ടന്റും അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു രീതി എന്ന് പറയുന്നത്. ഇത്തരം യൂട്യൂബേഴ്സൊക്കെ പലപ്പോഴും ചെയ്യുന്നതെന്ന് പറയുന്നത് സമാനമായ സബ്ജക്റ്റുകൾ ചെയ്യുന്ന ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ട്, പല ഭാഷകളിലുള്ളതുണ്ട്, ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ടതിന് ശേഷം അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഈ പറയുന്ന പോലെ ഇതിൻ്റെ എല്ലാം കൂടെ ഒരു കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഒപ്പീനിയൻ ആയിരിക്കും അവർ അവതരിപ്പിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാറ്റഗറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ വളരെ ഓതൻറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഇൻഫർമേഷൻ തരാനാണ് ആഗ്രഹിക്കുന്നത്. ഇത്തരം കണ്ടന്റുകൾ പലപ്പോഴും ആൾക്കാരെ പെട്ടെന്ന് അതിലേക്ക് അട്രാക്റ്റ് ചെയ്യത്തില്ല. അതല്ലെങ്കിൽ ആൾക്കാർക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ നൽകാനൊന്നും പറ്റത്തില്ല. അതിന് കാര്യം ചില വിഷയങ്ങളെക്കുറിച്ച് അവർ പറയുന്നത് ഈ വ്യക്തിക്ക് ഒന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് ആദ്യം പ്രയാസമായിരിക്കും. അത് നടക്കാത്തൊരു കാര്യമാണ്, ചിലപ്പോൾ നെഗറ്റീവായിട്ടായിരിക്കും പലപ്പോഴും തോന്നുന്നത്. പക്ഷേ അതായിരിക്കും സത്യം. റിയാലിറ്റി ബേസ്ഡ് ആയിരിക്കും ഇത്തരത്തിലുള്ള ചാനലുകൾ. ഇവരൊരു മാസ് ഓഡിയൻസിനെ അല്ല അവർ പ്രതീക്ഷിക്കുന്നതെന്ന് പറയുന്നത് കൃത്യമായി ഫോക്കസ്ഡ് ആയിട്ട് വരുന്ന, അതിനെക്കുറിച്ച് റിയലായിട്ട് പഠിക്കാൻ വരുന്ന ആൾക്കാരെ, അവരെ തെറ്റ് പറഞ്ഞ് അല്ലെങ്കിൽ വഴിതെറ്റിക്കുക എന്നുള്ളതല്ല അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഈ മേഖലയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ശരിയായ ഇൻഫർമേഷൻ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതുപോലെ ഇത്തരം ആൾക്കാരെന്ന് പറയുന്നത് പലപ്പോഴും ഒരു പോപ്പുലർ അപ്രോച്ച് ആയിരിക്കില്ല അവരെടുക്കുന്നത് അവരുടേതായ പഠനങ്ങളിൽ നിന്ന് അവർ മനസ്സിലാക്കിയെടുത്ത, അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കിയെടുത്ത പല കാര്യങ്ങളുമായിരിക്കും അവർ പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആയിരിക്കും ഇവർ കൊടുക്കുന്നത്. ഇത്തരം ചാനലുകളിലെന്ന് പറയുന്നത് ലോങ് ടൈം ആയിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷനാണ് ശരിക്കും പറഞ്ഞാൽ ഈ ക്രിയേറ്റർ ലക്ഷ്യം വെക്കുന്നത്. ഇത്തരക്കാരുടെ വീഡിയോകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ആദ്യം വളരെ കുറച്ച് വ്യൂസ് ആണെങ്കിൽ പോലും ലോങ് ടൈമിലേക്ക് വരുന്ന സമയത്ത് അവരുടെ വിശ്വാസ്യത കൂടുന്നത് കാണാം, വീഡിയോകളുടെ വ്യൂ കൗണ്ട് കൂടുന്നത് കാണാം. അതുപോലെ ആദ്യം പറഞ്ഞ ഈ പോപ്പുലർ എഡ്യൂക്കേഷണൽ ചാനൽ എന്ന് പറയുന്ന കാറ്റഗറിയിൽ എന്ന് പറയുന്നത് കൂടുതൽ വ്യൂസ് ആണ് അവർ ലക്ഷ്യം വെക്കുന്നത്. അതിൻ്റെ മെയിൻ ഒരു മോട്ടീവ് എന്ന് പറയുന്നത് തന്നെ സാമ്പത്തിക ലാഭം തന്നെയാണ്. അത് പലതരത്തിലുള്ള അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, സ്പോൺസർഷിപ്പുകൾ, ഇതൊക്കെ അവർ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് വളരെ വ്യൂ കൗണ്ട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴും ഫുൾ ടൈം ആയിട്ടായിരിക്കും അവർ യൂട്യൂബിനെ അപ്രോച്ച് ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. അവർ വ്യൂ ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുകയുള്ളൂ. അവർക്ക് വരുമാനം അതിൽ നിന്നാണ് കിട്ടുന്നത്. അതും കൂടെ മനസ്സിലാക്കി വേണം നമ്മൾ അതിനെ സമീപിക്കാനായിട്ട്. രണ്ടാമത്തെ വരുന്ന ആൾക്കാരെന്ന് പറയുന്നത് ചിലപ്പോൾ ഫുൾ ടൈം ആയിരിക്കാം, ചിലപ്പോൾ പാർട്ട് ടൈം ആയിരിക്കാം. പക്ഷേ അവർ ആ പാഷനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത്. അതേപോലെ തന്നെ ആ മോണിറ്ററി ഗെയിനിന് വേണ്ടി മാത്രമായിട്ട് അവർ എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ, ഗിമിക്സുകളൊന്നും അവർ ചെയ്യത്തില്ല. പോപ്പുലർ ആയിട്ടുള്ള യൂട്യൂബേഴ്സ് പല ആൾക്കാർ ചെയ്യുന്നതിന് ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ വിടവ് നികത്തുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഈ രണ്ടാമത്തെ യൂട്യൂബർ ലക്ഷ്യം എന്ന് പറയുന്നത്. കാര്യം അവർ പറയാത്ത കോർണറിലേക്കുള്ള വിഷയങ്ങളെ തപ്പിയെടുത്ത് പറയുക, അല്ലെങ്കിൽ അവർ ചില കാര്യങ്ങൾ മറച്ചു
വെക്കുന്നതിനെ അത് ഡിസ്ക്ലോസ് ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊക്കെ ശരിക്കുമുള്ള എഡ്യൂക്കേഷൻ ചാനലിൽ വന്നാൽ നിങ്ങൾക്കത് മനസ്സിലാവുന്നതാണ്. ഇനി എൻ്റെ തന്നെ ചാനലിലേക്ക് വന്നു കഴിഞ്ഞാൽ പലരും ചോദിക്കുന്നുണ്ടല്ലോ, ഇതിന് ഇത്രയൊന്നും വ്യൂസ് കിട്ടിയാൽ പോരാ, അതെന്താണ് തുടങ്ങുന്ന സമയത്ത് വ്യൂസ് വളരെ കുറവാണല്ലോ എന്നുള്ളത്. പലപ്പോഴും എൻ്റെ വീഡിയോകൾ എന്ന് പറയുന്നത് 6 മാസം അല്ലെങ്കിൽ 1 വർഷമൊക്കെ കഴിയുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂ മുകളോട്ട് കയറി തുടങ്ങുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, ശരിക്കുമുള്ള എഡ്യൂക്കേഷണൽ ചാനലുകൾ എന്ന് പറയുന്നത് സെർച്ച് ബേസ്ഡ് ആയിരിക്കും അത് കൂടുതൽ ട്രാഫിക്കുകൾ കിട്ടുന്നത്. ഇത്തരത്തിൽ സെർച്ച് ട്രാഫിക്കുകൾ പതുക്കെ കിട്ടി വരുമ്പോൾ മാത്രമേ കൃത്യമായ രീതിയിൽ ഈ പറഞ്ഞ റെക്കമെൻഡേഷനും സജഷനുകളും യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് വരികയുള്ളൂ. അതിന് കുറച്ച് സമയം എടുക്കണം. അതിന് കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എഡ്യൂക്കേഷൻ ചാനലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവരും രാവിലെ എണീറ്റിരുന്ന് കാണുന്നൊരു ചാനലുകളായിരിക്കത്തില്ല. ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാൻ വരുന്ന ആൾക്കാരെന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അൾട്രാ ഫോക്കസ്ഡ് ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ രണ്ടാമത് കാറ്റഗറിയിൽ വരുന്ന എന്നെപ്പോലുള്ള ചാനലുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് വളരെ ഒരു ഇടുങ്ങിയ വഴിയായിരിക്കും, അതിൽ കൂടെ കുറച്ച് ആൾക്കാർ മാത്രമേ വരത്തുള്ളൂ. പക്ഷേ വന്ന ആൾക്കാർക്കെന്ന് പറയുന്നത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നതായിരിക്കും തീർച്ചയായിട്ടും. അതിന് കുറച്ച് സമയമെടുക്കും. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചാനലുകളിൽ വ്യൂസ് വളരെ പതുക്കെ മാത്രം പൊങ്ങി തുടങ്ങുന്നത്. ആ ഗ്രാഫ് ഇങ്ങനെ പോയതിന് ശേഷം പിന്നെയാണ് മുകളിലോട്ട് കയറുന്നതെന്ന് പറയുന്നത്. പക്ഷേ എഡ്യൂക്കേഷൻ ചാനലുകളല്ലാത്ത ചാനലുകളുണ്ട്, എൻ്റർടൈൻമെൻറ്റ് ചാനലുകൾ അങ്ങനെയല്ല. തുടക്കം തന്നെ അവർ വളരെ വ്യൂസ് കിട്ടുകയും എങ്കിൽ മാത്രമേ അവരുടെ ആ വ്യൂ കൗണ്ട് കൂടുകയും അത് നിലനിൽക്കുകയും ചെയ്യത്തുള്ളൂ. പക്ഷേ എഡ്യൂക്കേഷൻ ചാനലുകൾ പലപ്പോഴും സെർച്ച് ബേസ്ഡ് ആയിട്ടായിരിക്കും കയറി വരുന്നത്. ഈ പറയുന്ന നേരത്തെ ഞാൻ പറഞ്ഞ ആദ്യത്തെ കാറ്റഗറിയിലുള്ള പോപ്പുലർ ഈ പറയുന്ന അപ്രോച്ചിൽ വരുന്ന എഡ്യൂക്കേഷൻ ചാനലുകൾ പോലും കൂടുതലും ഹോം പേജുകളിലും അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ സജഷനിലൂടെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ വ്യൂസ് കിട്ടുന്നത്. പക്ഷേ രണ്ടാമത്തെ കാറ്റഗറിയിൽ എന്ന് പറയുന്നത് അതും വളരെ കുറവായിരിക്കും. കാര്യം CTR വർക്ക് പൊതുവേ കുറവായിരിക്കും. ഈ ആൾക്കാർ കണ്ടതിന് ശേഷം മറ്റ് മെട്രിക്സുകളിൽ നിന്നായിരിക്കും അത് കയറി വരുന്നത്. അതിന് സമയമെടുക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ഈ എഡ്യൂക്കേഷൻ ചാനലിനെ പോപ്പുലർ അപ്രോച്ച് ചെയ്യുന്ന വീഡിയോ ചെയ്യുന്ന ചാനലുകളെ നോക്കിയാൽ നമുക്കറിയാം അതിൻ്റെ ഒരു നല്ലൊരു പുഷ്കര കാലഘട്ടമുണ്ട്. ആ സമയത്തൊക്കെ എന്ന് വെച്ചാൽ വളരെ വലിയ വ്യൂസ് ആയിരിക്കും ഈ ചാനലുകൾക്ക് കിട്ടുന്നത്. ഈ 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം ഒക്കെ വ്യൂസ് ആയിരിക്കും ഓരോ വീഡിയോകൾക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഗ്രാജുവലി അതിൻ്റെ വ്യൂ കൗണ്ട് കുറയുന്നത് കാണാം. അവരുടെ പോപ്പുലർ ആയിട്ടുള്ള വീഡിയോകൾ മാറ്റി നിർത്തിയതിന് ശേഷം അവർ പിന്നെ റീസെൻറ്റ് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിലുള്ള കൗണ്ടായിരിക്കും വരുന്നത്. ചിലപ്പോൾ 6000, 7000, 10000 ഒക്കെ വ്യൂസ് ആയിരിക്കും ഓരോ വീഡിയോകൾക്കും കിട്ടുന്നത്. എന്തുകൊണ്ടാണ്? അവരിലുള്ള വിശ്വാസം ഓഡിയൻസിന് കുറഞ്ഞു വരുന്നതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്. ആദ്യത്തെ ഈ പറയുന്ന ഒരു ബൂം സ്റ്റേജ് കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് മനസ്സിലാവും, നിരന്തരം കാണുന്ന സമയത്ത് ഒരേ വീഡിയോ തന്നെ വീണ്ടും വീണ്ടും പല രീതിയിലാണ് പറയുന്നത്, അതിൽ നിന്ന് റിസർച്ച് ഒന്നും ഉണ്ടാകുന്നില്ല, പുതിയതായിട്ടൊന്നും അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ അവരുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ കുറയും. പിന്നീട് എന്താ ചെയ്യുന്നത്? ഈ വീഡിയോകളുടെ കൗണ്ട് കുറഞ്ഞ് ഒരു സ്റ്റാഗ്നേഷൻ സ്റ്റേജിലേക്ക് വരുന്നത് കാണാം. എന്നാൽ വളരെ പ്രധാനപ്പെട്ട വളരെ പോപ്പുലർ ആയിട്ടുള്ള നമുക്ക് തന്നെ അറിയാം ഏറ്റവും ഒതൻറ്റിക് ആയിട്ടുള്ള വീഡിയോകൾ ചെയ്യുന്ന ഒരുപാട് ചാനലുകളുണ്ട് ചിലത്. അതൊക്കെ ഇതിനൊക്കെ വിരുദ്ധമായ രീതിയിലാണ്. കാര്യം അവർക്ക് എല്ലാ കാലവും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള വ്യൂ അക്കൗണ്ട് കിട്ടുന്ന കാണാം. ഈ പറയുന്ന 1-2 മില്യനൊക്കെ വ്യൂസ് കൃത്യമായിട്ട് എല്ലാ വീഡിയോകൾക്കും കിട്ടുന്ന ചാനലാണ്. അവിടെ എന്ന് പറഞ്ഞാൽ ഈ രണ്ടും കൂടെ ചേരുന്നതാണ്. ഈ പോപ്പുലർ ആയിട്ടുള്ള ഒരു അപ്രോച്ച് അവർക്കുണ്ടെങ്കിൽ പോലും അവർ ഓതൻറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള കണ്ടന്റാണ് അവർ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് അത് നിലനിർത്തി പോകാനായിട്ട് പറ്റുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഈ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ലക്ഷോപലക്ഷം ചാനലുകളുണ്ട് ഇപ്പം നമുക്ക്. അതുപോലെ ഓരോ ദിവസവും പുതിയ പുതിയ ചാനലുകൾ തുടങ്ങുന്നുണ്ട് ആൾക്കാർ. നമ്മൾ ചെയ്യുന്ന അതേ സബ്ജക്റ്റുകൾ തന്നെ ഒരുപാട് ആൾക്കാർ പല രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഒരുപാട് ചോയ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കരുത് നമ്മളുടെ വീഡിയോസ് ആരും കാണുന്നില്ലല്ലോ, അല്ലെങ്കിൽ നമുക്ക് 500-600 വ്യൂസേ കിട്ടുന്നുള്ളൂ, അല്ല 1000 വ്യൂസ് കിട്ടുന്നുള്ളൂ, അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരുപാട് മെനക്കെട്ടിരുന്ന് നമ്മൾ അതിനെ റിസർച്ച് ഒന്നും നടത്തണ്ട, നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ മതി എന്ന് നമ്മൾ ചിന്തിക്കരുത്. അതിന് കാരണം എന്ന് പറയുന്നത് ഒരുപാട് ചോയ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിലേക്ക് ഒരു വ്യൂ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തോന്നണം വീണ്ടും അത് കാണണമെന്ന്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നീട് അവർ വരികയും അതേപോലുള്ള സമാനമായ ആൾക്കാർ വരികയും പതുക്കെയെങ്കിലും നമ്മുടെ ചാനൽ വളർന്നു വരുന്നതായിരിക്കും. നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കുക, നമുക്ക് 500-600 വ്യൂസൊക്കെ കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ 1000 വ്യൂസൊക്കെ കിട്ടുമ്പോൾ നമ്മൾ വളരെ കുറവായിട്ട് നമുക്ക് തോന്നാം. അതെന്തുകൊണ്ടാണ്? അത് യൂട്യൂബിൽ മറ്റ് ആൾക്കാരുടെ കണ്ടന്റുകളോട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴാണ്. പലപ്പോഴും ഈ പറഞ്ഞ പോപ്പുലർ അപ്രോച്ച് നിൽക്കുന്ന വീഡിയോസ് കാണുന്നതുകൊണ്ടായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ എൻ്റർടൈൻമെൻറ്റ് ചാനലിൻ്റെ കൗണ്ട് കണ്ടിട്ടായിരിക്കാം നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് 1000 വ്യൂസേ വരുന്നുള്ളൂ എന്നുള്ളത്. അവിടെ നിങ്ങൾ ഒന്ന് മാറി ചിന്തിച്ച് നോക്കുക. അതായത് നമ്മളൊരു വിഷയത്തെക്കുറിച്ച് പറയുന്നു, നമ്മളൊരു വലിയൊരു ഓഡിറ്റോറിയത്തിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മളുടെ മുന്നിൽ 500-1000 പേര് നമ്മളുടെ മുന്നിൽ ഇരിക്കുന്ന നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. 1000 പേരുടെ മുന്നിൽ നിന്ന് നമ്മളൊരു വിഷയം അവതരിപ്പിക്കുമ്പോൾ അത് അത്ര ചെറിയൊരു ഓഡിയൻസ് ഒന്നും അല്ല. നമുക്കറിയാം നമുക്കിപ്പോൾ ആരെ കേൾക്കാനാണ് സമയമുള്ളത്? ആർക്കും ആരെയും കേൾക്കാനുള്ള സമയം വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് മുന്നിൽ 1000 പേരിരിക്കുന്നു അല്ലെങ്കിൽ 1500 പേര് നമ്മളുടെ മുന്നിലിരിക്കുന്നു, നമ്മൾ പറയുന്ന വിഷയങ്ങൾ അവർ കേൾക്കുന്നു വളരെ ശ്രദ്ധാപൂർവ്വം എന്ന് നമ്മളൊന്ന് ചിന്തിച്ചേ. അപ്പം നമുക്ക് ഉള്ളിൽ നിന്നൊരു സന്തോഷം വരും, ഇത്രയും ആൾക്കാർ നമ്മളുടെ കണ്ടന്റ് കേൾക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് കേൾക്കാനുണ്ടല്ലോ. എന്തുകൊണ്ടാണ്? നമുക്ക് മുന്നിൽ അവർ വരുമ്പോഴാണ്. അപ്പോൾ നമുക്ക് മുന്നിൽ വരുന്നില്ല എങ്കിൽ പോലും ഇതുപോലെ തന്നെയാണ് നമ്മളിടുന്ന കണ്ടന്റ് 1000 പേരോ 1500 പേര് കണ്ടു എന്ന് പറഞ്ഞാൽ അത്രയും പേര് നമ്മളുടെ മുന്നിൽ ഇരിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അതും അത്രയും ചെറിയ ഒരു കൗണ്ടൊന്നും അല്ല.
എല്ലാ 10,000 ലക്ഷവും വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിന് വേണ്ടി വർക്ക് ചെയ്യൂ എന്ന് നിങ്ങൾ വാശി പിടിക്കരുത്. പലപ്പോഴും നമ്മൾ ഈ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ വളരെ എഫേർട്ട് എടുത്ത് പഠിച്ച് മനസ്സിലാക്കി വീഡിയോ ചെയ്യുന്ന സമയത്ത് എൻ്റെയൊക്കെ മനസ്സിൽ പലപ്പോഴും വരാറുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് കാത്തിരിക്കാം, പതുക്കെ ആൾക്കാർ ഈ വിഷയത്തെക്കുറിച്ച് കണ്ട് മനസ്സിലാക്കി വരുമെന്ന് നമുക്കറിയാം. അതിന് കാരണം ഇവർ നടന്ന് മുഴുവൻ പോപ്പുലറായിട്ടുള്ള വീഡിയോസും കണ്ട് അലഞ്ഞു തിരിഞ്ഞ് ഈ പറഞ്ഞ റിസൾട്ടൊന്നും കിട്ടാതെ വരുന്ന സമയത്ത് എവിടെയാണ് ശരിക്കുമുള്ള കണ്ടൻറ്റ് കിടക്കുന്നത് എന്ന് തപ്പി വരുന്ന സമയത്ത് നമ്മളുടെയൊക്കെ വീഡിയോസ് കണ്ണിപ്പെടുകയും അത് കാണുകയും ചെയ്യും. അത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് പലപ്പോഴും സാറ്റിസ്ഫാക്ഷൻ അവർക്ക് തോന്നാറുണ്ട്. ഇനി നിങ്ങളുടെ തന്നെ അനുഭവങ്ങൾ എടുക്കുക. പലപ്പോഴും നമ്മൾ ചില വീഡിയോകളൊക്കെ കണ്ടിട്ട് ആൾക്കാരെ നമുക്കൊന്ന് കണ്ടന്റ് ക്രിയേറ്ററെ നമുക്ക് വിളിക്കണമെന്ന് തോന്നുന്നത് പലപ്പോഴും മില്യൺസ് വ്യൂസ് അടിക്കുന്ന വീഡിയോകളുടെ ഒന്നും ആയിരിക്കത്തില്ല. ചില വിഷയത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ചില വീഡിയോകൾ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് തോന്നാറുണ്ട് അദ്ദേഹത്തെ നമുക്ക് വിളിച്ചൊരു സംശയം ചോദിക്കാം എന്നുള്ളത്. പലപ്പോഴും അത് വ്യൂ കൗണ്ട് കൊണ്ടായിരിക്കത്തില്ല, നമുക്ക് ഈ കിട്ടുന്ന അതിൽ നിന്നിട്ട് സാറ്റിസ്ഫാക്ഷൻ അല്ലെന്നെങ്കിൽ ആ വിശ്വാസ്യത കൊണ്ടായിരിക്കാം നമുക്ക് ഒന്ന് വിളിക്കണമെന്ന് തോന്നുന്നത്. അത്തരം ആൾക്കാരെ ആയിരിക്കും വിളിച്ചിട്ട് നമ്മൾ വിഷയത്തെക്കുറിച്ച് നമ്മുടെ സംശയം തീർക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്നത് തന്നെ. അത്തരം ഒരു ക്രിയേറ്ററായി മാറുക എന്നുള്ളതാണ് പലപ്പോഴും ഞാൻ ലക്ഷ്യം വെക്കുന്നതെന്ന് പറയുന്നത്. വലിയ ഓഡിയൻസിനപ്പുറത്തേക്ക് ആൾക്കാരിൽ ഒരു ചെറിയ ഓഡിയൻസ് ആണെങ്കിൽ അവരിലൊരു വിശ്വാസം ജനിപ്പിച്ച് അവരിലൊരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് പറയുന്ന പോലെ അവർക്കും നമ്മളോടൊരു എന്താ പറയുക, നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ കാര്യമുണ്ട് എന്ന് അവർക്ക് തോന്നണം. അതുകൊണ്ട് തന്നെയാണ് വളരെ റിസർച്ച് നടത്തി തന്നെയാണ് പലപ്പോഴും ഓരോ വീഡിയോകളും ചെയ്യുന്നത്. അത് പോപ്പുലറായിട്ടുള്ള ഒരു കൺസെപ്റ്റിൽ നിന്ന് വിരുദ്ധമായിരിക്കും പലപ്പോഴും പല വിഷയങ്ങളും പറയുന്നത്. അതല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത് പറയുന്നത് തന്നെ അത്രയേറെ പഠനങ്ങൾ നടത്തിയതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ എഡ്യൂക്കേഷണൽ കണ്ടന്റ് ആണ് ചെയ്യുന്നതെങ്കിൽ ഈ പറയുന്ന പോലെ 2 തരത്തിൽ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം. ഇതിൽ തന്നെ ഏതെങ്കിലും ഒന്ന് ശരി ഏതെങ്കിലും ഒന്ന് തെറ്റ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ 2 അപ്രോച്ച് ഉണ്ട് എഡ്യൂക്കേഷണൽ കണ്ടന്റ് തന്നെ. അത് നിങ്ങൾക്ക് ഏതാണ് ഉചിതം എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ച് നിങ്ങളത് മുന്നോട്ട് പോവുക. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവരും ഈ വീഡിയോകളെല്ലാം കാണുക, സപ്പോർട്ട് ചെയ്യുക, ചാനൽ ലൈക്ക് അടിക്കുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.